ഇന്നപ്പോ നമ്മളൊരു ഫാമിലി ഡേറ്റിംഗിൽ വന്നേക്കാണ്. അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, ഇച്ചയുണ്ട്. നമ്മളപ്പം പൊറോട്ട കഴിക്കാൻ പോവാണ്. കഴിച്ചു നോക്കട്ടെ, കൊള്ളാവോ നോക്കട്ടെ. മീറ്റ് റോളും ചിക്കൻ റോളും ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ആണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ് സത്യം. ക്രീം ബൺ കൊള്ളാവോ? കാത്തിരിക്കണം അമ്മച്ചിയുടെ മുഖം. അതിന്റെ ബാക്കി മധുരം ഇട്ടാൻ കാത്തിരിക്കണം അമ്മച്ചി. ഞാനും കാത്തിരിക്കുകയാണ് അപ്പച്ചന്റെ വന്നിന് വേണ്ടിട്ട്. അയ്യോ, ഞാനിത് കഴിച്ചോണ്ടിരിക്കുക. നല്ല അത് കഴിക്കുന്നയാളുടെ കാര്യത്തിൽ തീരുമാനവും എടുക്കും. ടേസ്റ്റ് അറിയാം, നല്ലതാ. സ്നേഹിച്ചായിരിക്കും തന്നെ എനിക്കറിയാലോ. അപ്പച്ചനും അമ്മയും മാത്രല്ല ഇച്ചയുണ്ട്. കൊള്ളാവോ? സൂപ്പർ സൂപ്പർ. ചിപ്സ് ഫയർ അത് മറക്കരുത്. ആലുവയിലുള്ള നല്ല വെട്ടം വിളിച്ചിട്ടുണ്ട്. അതെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോ പൈസ ഇഷ്ടംമാതിരി മിഠായികൾ ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും മിഠായികളുണ്ട്. നമ്മള് പറഞ്ഞ അട്ടാണി ഇരിപ്പുണ്ട്. അട്ടാണി ഇരിപ്പുണ്ട്. അട്ടാണി ഞാൻ ഇപ്പോഴാണ് അട്ടാണി കണ്ടത്. അട്ടാണി ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ്. നമ്മള് സ്വീറ്റ് പൊറോട്ട ഒക്കെ കൊണ്ടിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് പൊറോട്ട ഞാൻ ആദ്യമായിട്ടല്ല പറഞ്ഞത്. സ്പെഷ്യലാണത്. അല്ല, മിൽക്ക് മെയ്ഡ് പൊറോട്ട പൊതുവെ ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് സ്വീറ്റ് പൊറോട്ട തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഉണ്ടാക്കുന്ന ഇത് കടയുടെ പേര് ചിപ്സ് ഫയർ. ഞങ്ങളിങ്ങനെ വഴി പാസ് ചെയ്തപ്പോഴേ പെട്ടെന്ന് ആംബിയൻസ് എന്തൊക്കെ കയറുന്നു അറിയില്ല. ഞങ്ങള് വീട്ടിൽ അച്ഛൻ്റെ ഉള്ളതല്ലേ സ്ഥലം ആൽവയിൽ പ്രോപ്പർ ഏതാ? ഇത് തോട്ടുമോ. ഈ AM റോഡ് തോട്ടുമോ. അമ്മ പറഞ്ഞു തൊട്ടടുത്ത മക്കളെ മെട്രോ, നമുക്ക് നടക്കാം, ഓട്ടോ ഒന്നും വിളിക്കണ്ട, നമുക്ക് വർത്താനം ഒക്കെ പറഞ്ഞ് നടക്കാന്ന്. വർത്താനം പറഞ്ഞിട്ട് വർത്താനം പറയുന്ന ആൾക്കാരെവിടെയാ? അവരെ കൊറേ നേരമായിട്ട് ഞങ്ങൾ നോക്കണ്ട്, കാണുന്നില്ല. എന്താ ഞാൻ ചോദിക്കുക, ഇതിപ്പോ എങ്ങാനും എത്തുവോ, അവരെന്ത് ചെയ്യുന്നൊക്കെ. എത്ര ദൂരം നടന്നേ പിന്നെ മെട്രോയിലെത്തി? ഞങ്ങൾ നടന്ന് ലാസ്റ്റ് മടുത്തു. ബാക്കിലോട്ട് നോക്കിയപ്പോ ഉണ്ട്, അവരെ കാണാനില്ല. ആ ഓട്ടോയുടെ ബാക്കിൽ കൂടെ വണ്ടി തോന്നു. എന്നിട്ട് ഞങ്ങള് പിന്നെ നടക്കാണ്. രണ്ടുപേര് ഒരു ടിൻഡുമൻ ബാഗൊക്കെ ഇട്ട് ഞാൻ കൂടെ ഇച്ച. അന്നേരമാണ് ഒരു ഗാനമേള കാണുന്നത്. അത് കാണാൻ പറ്റിയൊന്നുമില്ല കേട്ടോ. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, ഒച്ച കിട്ടും. മെട്രോയില് അമ്മമാര് രണ്ടുപേരും കൂടെ എസ്കലേറ്റർ പേടിച്ച് സ്റ്റെപ്പ് കയറി വന്നു. ഞങ്ങൾ എസ്കലേറ്റർ വഴി വന്നു. എന്നിട്ട് കാര്യം പറയാണ്, അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെട്രോയില്, വാട്ടർ മെട്രോയിൽ പോണെന്നൊക്കെ. എസ്കലേറ്ററിൽ കേറുന്നത് എങ്ങനെയാന്ന് അഭിനയിച്ച് കാണിച്ചു തന്നെ കേട്ടോ. ചാടി കയറുന്നു, ഇങ്ങനെ ഉന്നം വെച്ചിട്ട് ചാടി കയറുന്നു. അടുത്ത് നിൽക്കുന്നവരൊക്കെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വലിയ ചാടക്ക് എന്തൊക്കെയോ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കാര്യമുള്ള കാര്യമൊന്നുമല്ല. അതൊന്നുമല്ല. ത്രെഡ് ചെയ്യണതിനെ പറ്റിയാ പറഞ്ഞോണ്ടിരുന്നേ. ഇച്ച ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്നു ഞാൻ. അപ്പൊ അമ്മച്ചി പറയാണ്, പിന്നെ അത് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ തള്ളി വിടുന്നുണ്ട്. മെട്രോയിൽ കയറി ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. കാരണം ആലുവ നല്ല കയറി വരി വരിയായിട്ട് ഞങ്ങൾ ഇരിക്കുക.
എന്നിട്ട് സെൽഫി എടുക്കാനുള്ള പരിപാടി കേട്ടോ. പക്ഷെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് വാട്ടർ മെട്രോയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഇതിലൊന്ന് ഒതുക്കി. അതെ, കാർഗോ ചാടിയെന്നോ എന്തൊക്കെയോ ആകെ കലാപമാണ് അവിടെ. അതുകൊണ്ട് വാട്ടർ മെട്രോയിൽ പോകാൻ പറ്റിയില്ല. സാധാ മെട്രോയിൽ പോയി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് വഴക്കൂടി ഇരിക്കണേ കേട്ടോ. പക്ഷെ ക്യാമറ കാണുമ്പോ എന്താണോ അപ്പൊ തന്നെ ചിരി. അറിയാതെ അത് ചിരിച്ചു പോയതാ ഞാൻ. വഴക്കാണ് ഞാൻ. പക്ഷെ എന്ത് കാര്യം? നമ്മള് മെട്രോയിൽ കയറി നമ്മള് കേത്തൽ ചിക്കനിൽ വന്നു. വിശപ്പിന്റെ വിളി അത് കഠിനമായോണ്ട് ഞങ്ങൾ കേത്തൽ ചിക്കനിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ കണ്ടല്ലോ. ഫോളോ മീ എന്നൊക്കെയാ ഞാൻ പറയണേ. വാ അമ്മച്ചി, വാ അമ്മേ എന്നൊക്കെയാ ഞാൻ പറയണേ. പോണ്ട് എല്ലാരും വരി വരിയായിട്ട്. മറ്റേ പാട്ടില്ലേ, ഒട്ടകങ്ങൾ വരി വരി വരിയായി, അതുപോലെ ഞങ്ങൾ പോണേ. നീരായി. അങ്ങനെയാണോ? പൊന്നടി. അമ്മയ്ക്കൊരു ബാഗ്, ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ടിന്നുമോൻ ബാഗ് ഇടണ പോലെ അമ്മ സ്ലിംഗ് ബാഗ് ഇട്ടാ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഐസ്ക്രീം നോക്കണോക്ക്. വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായിരുന്നു. ട്രഡീഷണൽ ആയിട്ട് നല്ല ഇലയിലൊക്കെ ആട്ടോ ഫുഡൊക്കെ തരുന്നേ. അച്ചാറ് കിട്ടിയ വഴി കഴിച്ചു തുടങ്ങിയേ. ഇവിടെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുവാണ് അമ്മച്ചിക്ക്. അങ്ങനെ ഫൈനലി ഫുഡ് വന്നേക്കാണ്. അപ്പച്ചൻ അമ്മച്ചിക്ക് വിളമ്പി കൊടുക്കുന്നു, അമ്മച്ചി അപ്പച്ചൻ വിളമ്പി കൊടുക്കുന്നു. പക്ഷെ ഞാൻ വിളമ്പി കൊടുത്തൊന്നുമില്ല, ഞാൻ കിട്ടിയ വഴി കഴിച്ചു തുടങ്ങി. ഫുഡ് കഴിക്കേണ്ട തിരക്കിലാണ് എല്ലാവരും. നല്ല ടേസ്റ്റി ഫുഡ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളുടെ ഈ ട്രിപ്പ്. ഞങ്ങൾ ഒരു ദിവസമാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, മിനുവിൻ്റെ അമ്മ, ഞാൻ, എൻ്റെ അമ്മ, അപ്പച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ നന്നായി എൻജോയ് ചെയ്തു. അവരാദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിലൊക്കെ കയറുന്നത്. പക്ഷേ അവർക്ക് നന്നായിട്ട് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. എല്ലാവരും ബാക്കിൽ കിടന്ന് ഉറക്കമൊക്കെ ആയി. എന്നിരുന്നാൽ പോലും ഈ ഒരു മൊമെൻ്റ് ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരിക്കും.